السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ودعا بدعوته إلى يوم الدين. أما بعد، وإياي أولا بتقوى الله. ബഹുമാനരായ സർവഹൃദായിലെ PG ഡിഗ്രി വിദ്യാർത്ഥികളെ, വിദൂരർക്കുകളിൽ നിന്ന് പാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സംരംഭം കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച വളരെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിപ്പൂരിൽ ഏതാനും നിമിഷങ്ങൾക്കകം കേൾക്കാൻ കഴിഞ്ഞത് ഞാൻ ഇറാനിലേക്ക് പോയത് വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന്. സ്വാഭാവികമായ ഒരു ഊർജമാകാൻ വേണ്ടി പുറപ്പെടുന്നതിന്റെ 2 ദിവസം മുമ്പ് തന്നെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഉള്ള ആശയങ്ങളുമൊക്കെ കരസ്ഥമാക്കി തെളിവൊക്കെ ശേഖരിച്ച് വിവാദം കൊണ്ടുകൂടിയാണ് അത് ചെയ്തത്. അതിന് ഒരു ഉദാഹരണമാണ് ഞാൻ പശ്ചിമാഫ്രിക്കയിലെ സെനഗലിൽ പോയപ്പോഴുണ്ടായ വിവാദം. ആഫ്രിക്ക ഭൂഖണ്ഡത്തിന്റെ സെനഗൽ അതിന്റെ തലസ്ഥാനം 2 കൊല്ലം മുമ്പ്. അതിന് ഞാൻ പോയി യാദൃച്ഛികമായി അന്ന് ഈജിപ്ഷ്യൻ ഗ്രാൻഡ് മുഫ്തിയായി സംസാരിച്ചു. കൊഴുത്തു നിൽക്കുന്ന സമയം ഇരുന്നത് ഡോക്ടർ അലി ജുമാ ഗ്രാൻഡ് മുഫ്തിയെ പോലെയുള്ള ആളുകൾ സാക്ഷിയാണ് മുടി. ഡോക്ടർ അലി ജുമാ എന്റെ ഒരു ഉസ്താദും കൂടിയാണ്. ഈജിപ്തിലെ ഒരു കോഴ്സിന് പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷയം ക്ലാസ് എടുത്തിരുന്ന അദ്ദേഹം. നിങ്ങൾ സാക്ഷിയൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ എന്നൊരു യോഗത്തിന് ക്ഷണിച്ചു. യോഗത്തിലേക്ക് വന്നു. അവിടെ അങ്ങനെ ഒരു പണിയൊക്കെ നടന്നു. അത് ശരിയാണ് അന്വേഷണത്തിന്റെ പച്ചമുളിയൊന്നും ഉണ്ടാക്കാനില്ല, അതിന് നേരുണ്ടോ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് അവിടെ പറപ്പെട്ടത് ഒരു മുടി റസൂലുള്ളാന്റെ ആദ്യം കേൾക്കുകയാണ്. റസൂലുള്ളാന്റെ കയ്യുമ്മലുള്ള മുടി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് പിന്നെ അതിനെ സനത് അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇത് അതിനെന്ത് ചെയ്യണം, അത് ബാത്തിലാക്കാൻ ഞാൻ ഇന്ന് സ്ഥിരീകരിക്കാം കൂടി. എന്റെ യോഗത്തിന്റെ ഇങ്ങനത്തെ 6 കൊല്ലം മുടി ഒട്ടാതെ നടന്നു. അപ്പൊ അതിൽ പറയുന്ന കാരണം അങ്ങനെ ഒരാളെ ഇതിന്റെ അടുത്ത് ഈ പരിപാടിക്ക് ക്ഷണിച്ചത് ഇവർക്ക് ജോലിയാണ് വിദ്യാലയത്തിന് വൽപ്പങ്ങളും തെക്കേ ഭാഗത്ത് നിന്ന് വക്കേ ഭാഗത്തെത്താൻ 4000 കിലോമീറ്റർ യാത്ര, 100 കിലോമീറ്ററും ഇന്ത്യയാണ്. ഇത്ര വലിയ സഫാൻ കുന്നമംഗല ഭാഗത്തുനിന്നുള്ള ഒരാൾ അയാളുടെ തലേന്ന് അയാൾക്ക് കമ്മീഷൻ കൊടുക്കാതെ അയാൾ തിരിച്ചു. ഇയാളായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത്. തെറ്റിദ്ധരിക്കുമല്ലോ കൂടി. അപ്പൊ നമ്മൾ സെനഗലിലെ വാസ്വാസിന് ഒരു സീനടിക്കും. മംഗലൂടെ പുറത്തു വിട്ടപ്പോ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഉദാഹരണമാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണം. ചില ആളുകൾ ചെയ്യുന്ന ചില രാഷ്ട്രീയക്കാരായിട്ട് പോകാനെങ്കിലില്ല, അവർക്കാണ് അതിന് ജീവിക്കുന്ന തെളിവുണ്ട്. ആന്റണിക്കെതിരെ എല്ലാ കുത്താറാത്തീവും പിന്നെ റിഫായി ഷേഖിന്റെ പേരുള്ള യാദവ് ആന്റണിക്കെതിരെ മത്സരിക്കും. ആന്റണി ജയിച്ച ഉടനെ അന്ന് ആ സുപ്രഭാതത്തിൽ ഇവരെ നേതാവ് തിരുവനന്തപുരം നിങ്ങൾ ആളാണ്, നിങ്ങളൊക്കെ വോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ജയിച്ചത്, ഓൾ കൺഗ്രാറ്റ്. അപ്പോൾ സമീപിക്കുകയാണെങ്കിൽ ഞങ്ങളെ സഹായിച്ചാലേ ഞങ്ങൾ തിരിച്ചു സഹായിക്കും. അത് തിരിച്ചു സഹായിപ്പോ കേരളീയ പത്രങ്ങൾ വായിച്ചു. ഞങ്ങളുടെ ചെറുപ്പക്കാര ഇതൊരു പുസ്തകമാണ്. സഖാഫത്തി സുന്നിയ എന്നതിന്റെ ബോർഡ് കാണും. ഇത് തകർക്കപ്പെട്ടപ്പോ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു മുസ്ലിമീങ്ങളെ മനസ്സിലുള്ള മുറിവൊക്കെ ഉണക്കാൻ SB ചൗഹാൻ, പിന്നെ പ്രൈം മിനിസ്റ്ററുടെ അത് പട്ടും വളയം നൽകി പറഞ്ഞ ഈ പറഞ്ഞ സ്ഥാപനത്തിലാണ്. അതിന്റെ കൂടെ ഇതിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായി 595 കോൺഫറൻസ്, മുസ്ലിം സ്കോളേഴ്സ് കോൺഫറൻസ് 13th മർക്കസ് സഖാഫത്തി സുന്നിയ കാരന്തൂർ. BJP കൊടുത്ത ആൾക്കാരാണ്. അവർക്ക് എന്തും ചെയ്യാവോ, വേറെ ആരെങ്കിലും ചെയ്താലേ എങ്ങനെ സെനഗൽ പോവാ, ഞാനായും മങ്ങി സെനഗലിൽ പോവാ. അതുകൊണ്ട് അത് നിഷേധിക്കാൻ നമ്മളൊരു യോഗം കൂടുക. ഇങ്ങനെ ഒരു ക്ഷണക്കത്ത് വേറെ ആർക്കും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു.
ഇങ്ങനെ ബുദ്ധിശൂന്യമായ പ്രസ്താവങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ സമയം കഴിഞ്ഞില്ല, നമുക്കതിന് സമയമില്ല, ചെയ്യാൻ സമയമില്ലാതിരിക്കുക. പിന്നെ ഇറാനിലേക്ക് പോയതുകൊണ്ട് അമേരിക്കയുടെ ആളാണ് എന്ന് പറയുന്നത് ഈ സ്വഭാവത്തിൽപ്പെട്ടതാക്കി കേട്ടോ. അതിന് ഇറാൻ വഴിയാക്കണ്ട ആളാചാര്. എവിടെയെങ്കിലും ഒന്ന് പോയാല് ബഹുജനങ്ങളെ കബളിപ്പിക്കാൻ ഈ 21ാം നൂറ്റാണ്ടിൽ അങ്ങനെ അത്ര എളുപ്പമുള്ള പണിയല്ല അത്. അങ്ങോട്ട് പോകുമ്പോൾ കൂടാരത്തിലേക്ക് പോവുക പറയാ. എന്നാൽ ആ പ്രതിലോമകൾക്ക് സ്വന്തം ഒന്നുമില്ല. എല്ലാ പ്രതിലോമകാരികളെയും തൽപര കക്ഷികളെയും ഒഴിവാക്കി കൊടുക്കുന്നതിന് അതിന് ഒരാളെ ഇസ്രായേലിലേക്ക് പോയാൽ അമേരിക്ക കൂടാരത്തിലേക്ക് ആളുകളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന ചോദ്യം നിങ്ങളൊക്കെ ആ ചോദ്യം മനസ്സുകൊണ്ട് ഉന്നയിച്ച സമൂഹവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചില പല 100% ശിയാക്കളാണ്, 30% ആളുകൾ. അപ്പൊ ഭരണവും അധികാരവും ഒക്കെ ശിയാക്കളുടെ കയ്യിലായതുകൊണ്ട് ചെയ്യപ്പെടുന്നു. അവിടുത്തെ രീതികളൊക്കെ ജൈവികമായിട്ടുള്ളതൊക്കെ അങ്ങനെ പല കക്ഷികളും പല വിഭാഗങ്ങളും സംഘടിപ്പാളുകളും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പോയി അവിടെ മമ്പങ്ങളിലുമൊക്കെയുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന എത്രയോ ആളുകൾ യുക്തിവാദികള് അല്ലെങ്കിൽ പിന്നെ ഭൗതിക വിഷയങ്ങളും സംബന്ധിക്കുന്ന ആളുകളുണ്ട്. വിശ്വാസികളുടെ ബിംബാരാധകരുടെ ദോഹിക ദൃക്കുകൾ ഒക്കെ ആ രീതിയിൽ ചിത്രീകരിക്കും. ഞാൻ പറയുന്നത് പോകുന്നത് വണ്ടി കയറുന്നത് എന്നൊക്കെ ചില നോക്കിയാണ്. പ്രചരണത്തിനും വേറെ ചില ദുരുദ്ദേശങ്ങളുണ്ടെന്ന് ആളുകൾ പറയുന്നേക്കണം. നമുക്ക് ചാടുകൾക്കും എറണാകുളത്താണ് പത്തനംതിട്ടയിൽ നിന്ന് വരാൻ പറ്റുമോ ഒരു പരിചയം? അപ്പൊ ഇങ്ങനെ ചില ആളുകൾ സ്വഭാവമാണ് അത്. എന്നെപ്പോലുള്ള ഒരു 7ാം കുലിയായി നടന്നവരെ ബാക്കി പത്രമായി നമുക്ക് മനസ്സിലാക്കാൻ. ഷിയാകൾ എന്ന് പറഞ്ഞാൽ ഷിയ വലിയൊരു മഹാസാമ്രാജ്യമാണ്. ഇറാനിലെ ഷിയാകൾ ഇമാമിയ ഗ്രൂപ്പുണ്ടെന്ന് ചോദിച്ചാൽ 72 ഗ്രൂപ്പുണ്ട്. ഇതനുസരിച്ച് കൊടുന്നാണ് ഇത് ഒരു കിതാബ് മുഖ്തസറു തുഹ്ഫത്തിൽ ഇസ്നാ അശരിയ. നമ്മളെ ഇസ്നാ അശരിയ എന്നാൽ 12 ഇമാമാരിൽ ഇസ്നാ അശരിയ എന്നും പറയും. ഇമാമിയ എന്ന വിഭാഗമാണ് ഇറാനിലെ ഉള്ളത്. എന്ന് പറഞ്ഞൊരു ആഘോഷമുണ്ട്. മക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ മദീനയിൽ നിന്ന് മടങ്ങുമ്പോൾ ഒരു മരുപ്പച്ചയാണ്. മരുപ്രിയ ജലാശയം ഉണ്ടാവും, അവിടെ പുഷ്കുന്നുണ്ടാവും. മനസ്സിൽ എത്ര ഉണ്ടാവില്ല, മരവും ചെടിയൊക്കെ ഉള്ളതുകൊണ്ട് തലുണ്ടാവും, തണുപ്പുണ്ടാവും. ഒരു സ്ഥലം, ആ സ്ഥലത്തിന്റെ പേര് ഹും എന്നാണ്. ഹും കിതാബിലൊക്കെ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രസംഗത്തിലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചുരുക്കമാണ്. ഇത് അലിനെ ഷിയാക്കൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഇത് ഖിലാഫത്ത് അലിയാണ് എന്ന് നെറ്റങ്ങൾ ഭംഗ്യന്തരേണ വ്യാഖ്യാനിച്ചു. നമ്മൾ പറയുന്നത് അലീബിന് മറ്റു ചിലരുമായ ശത്രുക്കൾ ഉണ്ടായിരുന്നു മനസ്സിൽ. ആ ശത്രുക്കളോട് അദ്ദേഹം വലിയ മഹാനാണ് എന്ന് നബിതങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പല കിതാബുകളിലൊക്കെ ഉണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് ഞാൻ രാശിതമാവും. അപ്പൊ നിങ്ങൾ വായിച്ചാൽ മതി. അപ്പൊ നമ്മുടെ നാട്ടിലെ ഓണം പോലെ എന്ന് സങ്കല്പിക്കുക. അതുപോലെ ഒരു ദേശീയ ആഘോഷമായി അവർ കൊണ്ട് നടത്തുന്നതാണ് ഈദുൽ ഗദീർ, ഒരു കോൺഫറൻസ്, മുഅ്തമറുൽ ഗദീർ, അൽ ഗദീർ കോൺഫറൻസ്. അതിലേക്കാണ് ഞാൻ ക്ഷണിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. നബി തങ്ങളന്ന് പ്രസംഗിച്ചതാണ്. അലിയാർ തങ്ങളുടെ മഹത്വം ഉയർത്തി കാണിച്ചതാണ്. അവര് സുന്നത്തി വൽ ജമാഅത്തിനുണ്ടാവില്ല സ്വാഭാവികമായും ഇതിലും കാഴ്ചപ്പാട്. അപ്പൊ ആ കാഴ്ചപ്പാട് അവിടെ അവതരിപ്പിക്കാം, അത് ഫലപ്രദമായിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതിന് കോൺഫറൻസിലേക്ക് ക്ഷണം ലഭിച്ചാൽ ആദ്യം നമ്മൾ അതിന്റെ മഹാവീർ തീം, ആ തീമിന്റെ ബ്രാൻഡ് അവരുകൊണ്ട് അറിയിക്കും. അവർ കണ്ടിട്ട് അവരുകൊണ്ട് അറിയിക്കും ഇന്നെ വിഷയങ്ങളെ അധികരിച്ചാണ് പ്രബന്ധങ്ങൾ സമർപ്പിക്കേണ്ടത്, തയ്യാറാക്കേണ്ടത്. അതിന് മുമ്പ് അതിന്റെ ഒരു ഖുലാസ അയച്ചു കൊടുക്കണം, ഒരു സിനോപ്സിസ്.
ആ ഖുലാസ നമ്മൾ അയച്ചു കൊടുത്തു ഒരു സിംഗിൾ പേജിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അൽ ഖദീർ സംഭവത്തിന്റെ വീക്ഷണം. അപ്പൊ അതവർക്ക് സ്വീകാര്യമാണെങ്കിൽ അവർ ഇങ്ങോട്ട് മറുപടി റെസ്പോൺസ് ചെയ്യും. അതുപോലെ അവർ മറുപടി പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ ഈ വിഷയത്തിൽ ഇത് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയാൽ മതി. പൂർണ്ണമായ പ്രബന്ധം നൽകേണ്ട ഡേറ്റ് അതിന്റെ കൂടെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിനുള്ളിൽ പ്രബന്ധം അയച്ചു കൊടുക്കണം. അങ്ങനെ ആ പ്രബന്ധം അയച്ചു കൊടുത്തിട്ട് പൂർണ്ണമായ പ്രബന്ധം അവർ ഓക്കെ പറഞ്ഞു. ഏത് ഫ്ലൈറ്റിനാ വരിക എന്നാണ്, ഫ്ലൈറ്റിന്റെ ടിക്കറ്റൊക്കെ അയച്ചു തരണം, ആ സമയത്ത് ഞങ്ങൾ എയർപോർട്ടിൽ കാത്തു നിൽക്കും എന്ന് പറഞ്ഞു. നമ്മൾ പോയി. അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ഒന്നും അറിയാത്തവരാണ് ഈ വിഷയകമായി അവിടെ കൂടിയവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരാളെ ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്റെ അറിവില്. സ്വാഭാവികമായും അവർക്ക് അഹ്ലുസുന്നത്തിന്റെ വീക്ഷണം അറിയില്ല ഈ വിഷയത്തിലല്ല, ഒരു വിഷയത്തിൽ അങ്ങനെയുള്ള ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഹനഫി മദ്ഹബിൽ നിസ്കരിക്കൽ എങ്ങനെയാണെന്ന് അറിയണേ ഇവിടെ വടക്കേന്ത്യൻ കുട്ടികളോട് വന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു ഹനഫി നിസ്കരിക്കുമ്പോൾ തുണിന്റെ പിന്നിലെ ഒരു ചെറിയ ഓട്ട ഉണ്ടാകാൻ പിടിച്ച വെള്ളം നിസ്കാരം ഭാഗത്തിലാണ് പോകുന്നത്, നിസ്കാരം ഭാഗത്തിലാവില്ല. അപ്പൊ ഇത് മറ്റുള്ളവരുമായി ഇടപഴകാത്തത് കൊണ്ട് അഹ്ലുസുന്നത്തൊന്നും അറിയില്ല. നമ്മൾ തയ്യാറാക്കിയ ആ പ്രബന്ധം 11-12 പേജിലെ പ്രബന്ധം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണം എന്താണ് ഈ വിഷയത്തിൽ എന്ന് പ്രതിപാദിക്കുന്നതായിരുന്നു. കൈഫിയത്തുൻ ഫി താരീഖ് എന്ന 2 ദിവസമായിരുന്നു, 20 വ്യാഴം ദിവസങ്ങളിൽ സമയം ധരിപ്പിച്ചു. 1-2 സംശയം ഗാന്ധവമായി ബന്ധപ്പെട്ടതല്ല. ഒരു വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന അറബ് രാജ്യങ്ങളിൽ നിന്നും അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇവിഷയമായ മഹബ്ബത്തു ആലിൽ ബൈത്ത്, നമ്മുടെ മഹബ്ബ് ആലിൽ ബൈത്ത് ഒരു വലിയ വിഷയമായി കൊണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അറിയാത്ത ആളുകൾക്ക് അറിയുന്ന നമ്മൾ അഹ്ലുൽ ബൈത്തിന്റെ വീക്ഷണം, അഹ്ലിനെ സംബന്ധിച്ചുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണം കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നേരത്തെ അറിഞ്ഞുകൊണ്ടാണ് അവർ ക്ഷണിച്ചതും ഇതിൽ പങ്കെടുത്തത്. ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് പല ആളുകളും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ചില ആളുകൾ പറയുന്ന സഭ മുഖേന ഇറാനിലെത്തി, ഷിയകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്താരാഷ്ട്ര പണ്ഡിതസഭയിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അവർ ചില കക്ഷികളുടെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ കിട്ടൂല എന്നാണ്. അപ്പൊ ഈ എന്താണ് വെച്ചാണെങ്കിൽ മെമ്പർഷിപ്പ് കിട്ടാന് അടിസ്ഥാനപരമായി അതിൽ മെമ്പർ അറ്റസ്റ്റേഷൻ വേണം. ഇത് ഈ ആക്ഷേപന്മാരൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഹിറായിൽ പോയിട്ട് അല്ലെങ്കിൽ ചേന്നമാങ്ങലൂർ പോയിട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധ. എന്നാൽ അത്തരം കൊണ്ടാംശി എന്ന നിലയ്ക്ക് ഞാൻ പറയാം, എന്റെ ആപ്ലിക്കേഷൻ ഫോമിൽ അറ്റസ്റ്റ് ചെയ്തത് ഇരിക്കുന്ന ഈ ദാറുൽ ഹുദ ലൈബ്രറിയിലെ മുൻ ഗ്രാൻഡ് മുഫ്തി ഡോക്ടർ ചെന്നമംഗലല്ല. രണ്ടാമത് ഇന്ധനം ഡൽഹിയിലെ ജാമിയ ഇപ്പോൾ ഇസ്നാഖ്തറുൽ വാസി അമൽക്കാരല്ല. മക്കൾക്ക് അറിയില്ല ഇതിന്റെ സ്ഥലത്തിന് പിടിച്ചിട്ടുള്ള ഇവിടെ ഈ പറഞ്ഞ ഏതെങ്കിലും 2-3 സ്ഥലത്തുള്ള ഇങ്ങനെ കഥ അറിയാതെ ആട്ടം നടക്കുന്നത് എന്തൊക്കെയാ സംഭവം അറിയാതെ വെറുതെ കാടടച്ച് വെടിവെക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവർക്ക് ആവശ്യമാണ്. എങ്ങനെയെങ്കിലും പിന്തുടർന്ന് എന്റെ ചിത്രം ഇവരെ ഏറ്റവും വലിയ നാലാഴ്ച മുമ്പ് മുതലക്കുളം സന്ദർശിച്ചുകൊണ്ട് പല കാര്യങ്ങൾ പറയുകയുണ്ടായി. വലിയൊരാള് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മുടിക്ക അത് മുടിയേറ്റു. ഞാൻ ചോദിച്ചത് നിങ്ങൾ എങ്ങനെ അപ്പം ജനങ്ങളൊക്കെ നമുക്ക് അവർക്ക് ഇതാണ് സനത്, ഇതാണ് സനത്, ഇതാണ് സനത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ന്യൂസിലൻഡിൽ അഭയം തേടിയ ഒരു ഉത്തമ സഖാഫി ചില ആളുകളൊക്കെ കൂടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു സനത്, അതാണ് ഇതാണ് സനത് എന്ന് പറഞ്ഞ് വായിച്ചത്, കോട്ടക്കൽ വായിച്ചത്. നമ്മൾ പറഞ്ഞു ഒരു ഖാദിരിയ്യ തരീഖത്തിന്റെ സനദാ, ബറകാത്തി കുടുംബം എനിക്ക് തന്നു. നമ്മൾ പറഞ്ഞു ഉസ്താദേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ തിരിയാം? ബറകാത്തി ജഫറുൽ ബറകാത്തി അത് നിങ്ങൾ പറയാം.
അതിന് മറുപടി പറഞ്ഞില്ല. കളിയാട്ട മുത്തൽ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എവിടെ പോയി മുടി വാങ്ങി. ആ മുടി മുഖത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കാവുന്ന വിധത്തിൽ വ്യാജമാണ് എറിഞ്ഞിട്ടും ആവർത്തിച്ചത് സ്ഥിരീകരിക്കാനുള്ള വിഷയമാണ്. അത് നമ്മളെ ഇസ്മായിൽ സഖാഫി ഉസ്താദ് മറുപടി പറഞ്ഞ് കേട്ടത് ചെമ്മാട്ടെന്ന്, ഞാൻ വിമാനത്തിലെ ഇറാനിലേക്ക് പോയി പിന്നാലെ വന്നാൽ ആ സൈക്കിളിനെ പഞ്ചറാവും ചെയ്തിട്ടുണ്ടെന്നാണ് മുമ്പ് പറഞ്ഞത്. പഞ്ചറാവിലേക്ക് പോകണ വിമാനത്തിൽ ആളെ പിടിക്കാൻ ശ്രമിച്ചാൽ കഴിയും. സത്യം ചെയ്യുന്നതും പറയുന്നതൊക്കെ. പിന്നെ ഇവരുടെ നേതാവും വേറൊരു നേതാവും ലക്നൗ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആസ്ഥാനത്തിലേക്ക് വരണം പറയല്ലോ. ഇല്ല, വരുന്ന ആദ്യ ആൾക്കാരെ അതുകൊണ്ട് നാട്ടിൽ വരും, നമ്മൾ ആസ്ഥാനത്തേക്കുള്ള ആൾക്കാരെ കിട്ടണം വല്ലാഹി വെച്ച് പറയും. ചിലപ്പോ അത് കേരളത്തിലെ മഹാഭൂരിഭാഗം വല്ലാഹി എന്ന് പറയുന്നു. വന്ന് പ്രസംഗിച്ചതാണ്. മറ്റൊക്കെ സാക്ഷിയായ സാറും വ്യാജമായി തനി വ്യാജമായ വസ്തുക്കൾ. ഇത് വല്ല സമയമുണ്ടെങ്കിൽ ബാപ്പുട്ടി ഹാജ് ഇവിടെ ചോദിച്ചാൽ മതി. ഔട്ടേജിനോട് അപ്പൊ അന്ന് ചോദിക്കൂല. അത് ഇല്ല, തനിച്ചെന്നാണ് പറയും. അതിൽപ്പെട്ടതാണല്ലോ ലത്താല മൻസ മൻസ അമാസ പറഞ്ഞത്. ഇതാണ് സനത് എന്ന് പറഞ്ഞയുടെ സനത് എന്ന് പറഞ്ഞത്. ഞാനിവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്ന് അബൂദാബിയിലുള്ള പേരിന് മുമ്പ്. അങ്ങനെ ശരിയില്ല. എതിരേച്ച് അങ്ങനെ ചില കയറി അപ്പൊ മൂപ്പരൊക്കെ തീരെ പിടിക്കാതെ പോയത് എന്താണെന്ന് വെച്ചാൽ രസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അന്ന് ഇവന്റെ കയ്യിലൊരു വടിയുണ്ട്. റസൂലുള്ളാഹിന്റെ സുന്നത്താണുള്ള അവൻ വടി എടുക്കാം. അപ്പൊ ഞാൻ ചേതരവേജി എന്ന് പറഞ്ഞത് എപ്പോഴും ആർക്കുണ്ട്. കിതാബത്തില്ലല്ലോ ഇപ്പോ ഇവർക്ക് സുന്നത്താണ്. വേദന്മാർക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. അപ്പൊ ശരിയില്ല, ശരി ചോദിച്ചാൽ അറിയാം. അപ്പൊ ഇങ്ങനെ കുറെ കൂട്ടുമുന്നണികൾ ചേർന്ന് അതിനെ ആദ്യം അതിന്റെ സന്റെ മഹത്വവും പവിത്രതയൊക്കെ പറഞ്ഞ് ഇതിനെപ്പറ്റി ഹസൻ ഖുദർജി തന്ന കത്തിനെ പറ്റി പറഞ്ഞത് അയാൾ ആരും അറിയില്ല ആയതുകൊണ്ട് ഒരാളെ പിന്നെ പറഞ്ഞത് ഇങ്ങനത്തെ ഒന്നും വേണ്ട, എന്റെ മാതിരിയുള്ള ആൾക്കാർ കൊണ്ടുവന്നാല് ഇവിടെ ഉണ്ടായിരുന്നു. അത് പിന്നെ നബാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് നമ്മൾ നിങ്ങളെടുത്തോട്ടില്ല നോട്ടപ്പുള്ളിയാ. അതുകൊണ്ട് നിങ്ങളെ ഒരു മുടി കൊണ്ടുവന്നാല് ആ മുടിയോടൊക്കെ നിങ്ങൾ നാട്ടിൽ പോയിട്ടുള്ള മുടി മാതിരിയല്ല. കിട്ടിയാലിങ്ങനെ അരച്ച് കലക്കിയിട്ട് ഈ മുടിയിട്ട വെള്ളത്തിലായി കലക്കി അതൊന്നും ഞാൻ എന്താണ് ഈ ഇറാനിൽ പോയത് ഇവരെ നേതാവ് അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞില്ല. അന്നത് വലിയ മഹിമയായിട്ടാണ് പറഞ്ഞത്. ആദ്യമായി ഇദംപ്രഥമമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ വൈറ്റ് ഹൗസിലേക്ക് എന്നത് മഹത്വം. അതേപടി വേറെ ചെയ്താൽ ഇവൻ ജൂതന്റെ ഏജൻസി പണം വാങ്ങി. സത്യത്തിൽ അധിഷ്ഠിതമല്ലാത്ത ആളുകളുടെയും എല്ലാ വക്താക്കളുടെയും സ്ഥിതി ഇതാ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഇമാം അലി റിസർച്ച് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റിസർച്ച് പറഞ്ഞ മാതിരി ഇതിലൊരു പാരാ കോൺഫറൻസിലുള്ള ആളുകൾ അവരവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കും. അടുത്തുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടും എവിടെയും അവതരിപ്പിക്കും. ലോകത്തിന്റെ കോൺഫറൻസ് നേരത്തെ ഞാൻ പറഞ്ഞു, അവരെ തീമുണ്ടാവും. അതിൽ അവനവന് ഇഷ്ടമുള്ള വിഷയം അവനവന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കും. അങ്ങനെ വിവിധ അക്കാദമിഷ്യൻസിന്റെ പണ്ഡിതന്മാരുടെ ചിന്തകന്മാരുടെ എഴുത്തുകാരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കും തന്നെ. അതാണ് ഇവര് തന്നെ പലതിലും പങ്കെടുക്കുന്നുണ്ട്. ഈ മുടി കിട്ടിയ അതേ സ്ഥലത്ത് നിന്ന് നേരത്തെ മുടി പോയി വാങ്ങി അതേ നേതാവ് ഒന്നുകളിലും തവണ സംബന്ധിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിലുള്ള ആലിമ്യങ്ങളോ മുസ്ലിമീങ്ങളോ മാത്രം, മുസ്ലിമീങ്ങളല്ലാത്തവരും ഉണ്ടായിരുന്നു. ഈയിടെ ആണ് അവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. ശുദ്ധമായ അറബി ഭാഷയിൽ അമുസ്ലിങ്ങളായ ആളുകളുണ്ടായിരുന്നു. കോൺഫറൻസ് നടത്തി നമ്മൾ മുസ്ലിങ്ങളല്ലാത്ത അച്ചായന്മാരുണ്ടെങ്കിൽ പ്രശ്നമൊന്നും. വേറെ ആരെങ്കിലും നടത്തുകയാണെങ്കിൽ അവന് ഭൂതക്കണ്ണാടിച്ചു നോക്കി ഇതിലല്ലാത്തവൻ, സമസ്തല്ലാത്തവൻ, കന്തൂരി അല്ലാത്തവൻ എന്നടി വെച്ച് നോക്കിയിട്ട് വിഷയങ്ങൾ പോയത് അഹ്ലുസുന്നത്തി വൽ ജമാഅ ആശയം കാഴ്ചപ്പാട് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ അൽ ഖദീർ നിർവഹിച്ച് ഞാൻ പോന്നു. എന്നെ രണ്ടുപേര് ബോർഡ് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ആക്കി. പിന്നെ ഇവര് ആശങ്കിക്കുന്ന മാതിരി ശങ്കയും ആശങ്കയും വ്യത്യാസമുണ്ടോ അല്ലേ? ഞാൻ ഷിയാക്കോട് പിന്നിൽ നിന്ന് നിസ്കരിച്ചിട്ടില്ല. ഞാൻ 4 ദിവസത്തിൽ മുസാഫിറായിരുന്നു. ഞാൻ എന്റെ റൂമിൽ സംസാരത്തിൽ വരും.
അഥവാ ഞാൻ ഷിയാക്കളെ പിന്നിൽ നിസ്കരിച്ചാൽ എന്റെ ഈ സുന്നത്ത് കിട്ടില്ല. പിന്നെ അന്താരാഷ്ട്ര സഭയിലെ മെമ്പർ ഉണ്ടായില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ പോയിട്ടുണ്ട്. പിന്നെ ബുദ്ധരാജ്യമാണ് ശ്രീലങ്ക, അവിടെ പോയിട്ടുണ്ട്. അവിടെ വിഷയമല്ല, വിസാൻ കൂടി വേണ്ട. അപ്പൊ ആരെങ്കിലും എവിടെയെങ്കിലും പോയാല് പോയതാണ്, അല്ലെങ്കിൽ ഇറാനിൽ പോയാല് എന്നൊക്കെ ഈ വളഞ്ഞ കാഴ്ചപ്പാട് ഇവിടെ കാണും കാണുക. ലന്നുബിൽ മുഅ്മിൻ ഖൈറാണ് അല്ലാഹു റസൂൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹ് അങ്ങനെ അൽമുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട് ടെഹ്റാനിൽ നിന്ന്, ഇറാന്റെ തലസ്ഥാനത്ത് 1 കിലോമീറ്റർ തെക്ക്. അതിന്റെ പേരെങ്ങനെയാണ്? താമയഖൂമിന്റെ അമല്ല, പക്ഷാണ് സീറയാണ്. ഷായർ പറഞ്ഞിട്ടുണ്ട്, അയ്യുഹൽ ഖാദി ബിഖാഫും, പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അയ്യുഹൽ ഖാദി ബിഖും, അത് അസാസ് സമർപ്പിച്ചുള്ള അല്ലയോ കുമ്മില ഖാദിയാർ അവർകളെ അങ്ങനെ പോയിക്കോളൂ. അയ്യസൽനാകഫും, ഉമ്മൽ പോയത് വളരെ രാമോചിതമായ സ്വീകം ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവരെ കൊണ്ടുപോയത്. ഈ 100 ഏർപ്പാട് ചെയ്തിട്ട് വണ്ടി ഏർപ്പാട് ചെയ്തിട്ട് ആ വണ്ടിയിലാണ് ഞാൻ പോയത്. അങ്ങനെ ഏകദേശം ശനിയാഴ്ച അവിടെ കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി ആണ് എനിക്ക് തിരിച്ചു പോരേണ്ടത്. 3 കിലോമീറ്റർ ഉണ്ട്. അത് അവരുടെ 2 സഹയാത്രികരോട് കൂടി കൊണ്ടുവന്നാക്കി യാത്രയാക്കിയത്. ണ്ടാവും അല്ലാതെ അങ്ങനെ സ്വീകരണം കിട്ടൂല എന്ന് പറയും ചില പേര്. അതാണ് സെമിനാറിൽ പങ്കെടുത്തു. അതിനുശേഷം അൽ മുസ്തഫ ഇന്റർനാഷണൽ യൂണിയനപ്പെട്ട ഉദ്യോഗം 8-10 മാസങ്ങൾക്ക് മുമ്പ് ഹക്കീം, ഞാൻ ആദ്യം അദ്ദേഹത്തെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഹജ്ജിന് പോയിരിക്കുകയായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചിട്ട് പിടികിട്ടിയില്ല. ഹജ്ജിന് പോയതാന്ന് പറഞ്ഞു. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. വെള്ളിയാഴ്ച കഴിഞ്ഞ ഒഴിവായിരുന്നു. അതവിടെ അവസാനിപ്പിക്കുക. പല ആളുകളും അതൊന്ന് ചെറിയതായി പരിചയം വിനിയോഗിച്ചാൽ അല്ല, ചുരുക്കി ഫത്തുൽ ഇസ്നാശരിയ ഇത് വായിച്ചാൽ തന്നെ ഇമാമിയ എന്ന ഒരു ഗ്രൂപ്പിനെ പറ്റി ഇതിൽ നിരവധി ഗ്രൂപ്പുകൾ അവരിലുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേരും അവരെ പേരിനുള്ള വജൂഹ് ഷിയ വിഭാഗം ഗ്രൂപ്പ് പാർട്ടി. അതിന്റെ ഫുൾ ഫോം ഷിയഅത്തു അലി റളിയല്ലാഹു ഗ്രൂപ്പ് ഷിയാകളുടെയും വിശ്വാസം ഉണ്ടെന്ന് മാത്രം. ഈ നേരത്തെ പറഞ്ഞ ഹജ്ജത്തുൽ വിദായ നടന്നത്, ഹജ്ജത്തുൽ വിദായിൽ മടങ്ങി വന്നപ്പോ ഗദീർ ഹുമ്മിൽ ജലാശയം നേരത്തെ പറഞ്ഞല്ലോ മരുപ്പതിൽ, അവിടെ അവർ വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോ അവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചു. അലിയുൻ മൗല അല്ലാഹുമ്മ വാ. റിവായത്തുകൾ വ്യത്യസ്തമാണ്. ഷിയാക്ക് ഉദ്ധരിക്കുന്ന റിവായത്തുകൾ അലിയുൻ മൗല ഫഹാദ എന്ന് റിവായത്തുകൾ അതല്ല, അത് വഴി പറയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ നബി ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തു. ഇതാണ് ചരിത്രം. മഹാനവരുടെ നീണ്ട ഭരണത്തിന് ശേഷം, ചുരുങ്ങിയ കാലത്തെ ഭരണത്തിന് ശേഷം പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കപ്പെട്ടു. മരുദീഹ്യങ്ങൾക്ക്, ചരിത്രകാരന്മാർക്ക് ഷിയാക്കൾ വളരെ രൂക്ഷം. അവർ പറഞ്ഞു അലി റളിയല്ലാഹു ഇരുന്നത് അദ്ദേഹമായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു, നബിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും. അതിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മറ്റ് പണ്ഡിതന്മാരൊക്കെ മറുപടികൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു മറുപടി, നിങ്ങൾ പറയുന്നത് പോലെ അലി എന്നവർക്ക് അല്ലെങ്കിൽ റസൂലെങ്കിലും ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കുന്ന തെളിവുണ്ട്. അബൂത്തലാക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മൂത്താപ്പ എങ്ങനെ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ആ കലിമ അത്യാഗ്രഹമുണ്ടായിരുന്നു. ഇന്നക ലാ യഹ്ദീ മൻ യശാ. ദഅവത്തിനാണ് നിയുക്തനാകുന്നത്. എല്ലാം ഹിദായത്തിലാകണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. ഇവിടെ ഹാഫിദ് ചെയ്യാൻ അങ്ങനെ
ലൈൻ ബ്രാക്കറ്റില വലൗ ഹറസ്ത വമാ അക്സറു നാസി ബിമുഅ്മിനീൻ വലൗ ഹറസ്ത. ഖുർആനിലെ നസ്സാണ്. ഉണ്ട്. കാരണം അതിനുവേണ്ടി ആ മനുഷ്യനെ ഹിദായത്തിനും വേണ്ടി വന്നതാ. അപ്പൊ നബി സത്യസന്ധനാണ്. ഏത് നബിയും റസൂലും ആർശത്തോട് സത്യസന്ധത പുലർത്തുന്നുവെങ്കിൽ ഏത് നബിക്കും റസൂലിന് അനുഗ്രഹം ഉണ്ടാകും. വമാ അക്സറു നാസി തന്നെ. ഖലീഫയെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാകണം? വഅംറുഹും ശൂറാ ബൈനഹും. മുഅ്മിനീങ്ങൾ കൂടി ആലോചിച്ചാണ് ഭരണകാര്യം ഉൾപ്പെടെ തീരുമാനിക്കേണ്ടത്. റസൂലുള്ളാഹി വഫാത്തായപ്പോൾ കൂടിയാണ്. ഇപ്പൊ പറയാൻ സമയമില്ല. ഏതായാലും ഉമ്മത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഈ മൂന്നാളുകളെയും ഈ പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് ബൈഅത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന താരീഖില്ലേ? ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് ചരിത്രം. ഷിയാക്കൾ പറയുന്നത് മൂപ്പരങ്ങനെ ചെയ്തു എന്നുള്ളത് ശരി, അത് കുടുങ്ങിയിട്ട് ചെയ്തതാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ സമൂഹത്തിൽ എന്ന് ഭയന്ന് ചെയ്തതാണ്. അതുകൊണ്ടത് തെളിവല്ല. അങ്ങനെ ഭയന്ന് ചെയ്താണ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠമായ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തലാണ്. ഉള്ളിലൊന്ന് ആഗ്രഹിക്കുക, പുറത്ത് വേറെ ചെയ്യുക. മഹാനവറുകളെ പറ്റി അങ്ങനെ പറഞ്ഞാൽ മഅദല്ലാഹ് ഗുരുതരമായ അപകടമാണെന്ന് മനസ്സിലാക്കുക. ഏതായാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം സംഭവിച്ചതോടുകൂടി പിന്നെ ഈ ചിന്താഗതി ഒന്നുകൂടി സജീവമായി. കുറച്ച് ആൾക്കാർ അലി ഇബ്നു അബീ ത്വാലിബിന്റെ സജീവ ആളുകളായി രംഗത്ത് വന്നു. അവർ ശിയഅത്തു അലി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ശിയഅത്തു അലി. അപ്പോഴും സഹാബികളെ മഹാഭൂരിഭാഗം അങ്ങനെ അലിയുടെ ആളെന്ന് പറഞ്ഞാൽ ആകണ്ട. ശിയഅത്തുൽ ഇസ്ലാം, ശിയഅത്തുൽ ഹഖ്, ശിയഅത്തു മുഹമ്മദ്, ഇതാണ് ശരി. നമ്മളൊക്കെ അതാണ്. ആ പശ്ചാത്തലത്തിലാണ് ഷായർ പറഞ്ഞത് വമാലിയ ഇല്ല ആല അഹ്മദ ശിയഅത്തുൻ വമാലിയ ഇല്ല മദ്ഹബൽ ഹഖ് മദ്ഹബു. ആ വിഭാഗമാണ് നമ്മൾ മുത്തൈകള്. ഏതാണെങ്കിലും അലി ഇബ്നു അബീ ത്വാലിബ് അന്ന് ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മഹാനവറുകൾ തെരഞ്ഞെടുത്ത് 116-ാം പേജിലുണ്ട്. അന്ന് പോലും മൂപ്പരത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. നിങ്ങൾ ആപകാര്യപ്പെട്ട ആളാണ്, അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കണം. ഫഹറബ മിൻഹാ കമാ കാന യഹ്റബു മിൻഹാ തൽഹ വസ്സുബൈർ വഅലി. ഇവരുടെയൊക്കെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഏറ്റെടുക്കണം. വലം യതവല്ലഹ അലിയുൻ ഇല്ലാ ഖിയാമൻ ബിവാജിബിൻ. അവസാനം അത് കുറച്ച് പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരാൻ തുടങ്ങി. ആരും ഏറ്റെടുക്കാൻ ഞാൻ പിന്നെ മുസ്ലിമീങ്ങൾ ലയാലായിപ്പോയും. ഹിജ്റ വർഷം 35 ദുൽഹിജ്ജ 24-നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്, വ്യാഴാഴ്ച. അന്ന് വിഷയം വളരെ ഗൗരവമായി ഉന്നതരായ സഹാബികൾ ചർച്ച ചെയ്തിട്ട് അവസാനം നിങ്ങളെ ഏറ്റെടുക്കണമെന്ന് അലി ഇബ്നു അബീ ത്വാലിബിനോട് പറഞ്ഞു. അവരുടെ സുപ്രീം കൗൺസിൽ എന്ന് പറയാം പുതിയ ഭാഷയിൽ. അങ്ങനെ പിരിഞ്ഞുപോയി. അതുകൊണ്ട് ഖലീഫ ആവില്ല, മുസ്ലിമീങ്ങൾ ബൈഅത്ത് ചെയ്യണമല്ലോ. പിറ്റേ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് കയറി പ്രസംഗിച്ചു. وارتقى منبر رسول الله صلى الله عليه وسلم في اليوم 29 من ذي الحجة سنة 35 فخطب خطبة حفظ لنا الطبري نصها. ഇമാം തബരിയുടെ ചരിത്രം 657-ലും. അത് ഈജിപ്ഷ്യൻ എഡിഷനാണ്. ഹോളണ്ടിൽ അടിച്ച ഒരു എഡിഷൻ ഉണ്ട്. അത് 1,3075. ഹിന്ദി മിസ്റ്റേക്ക് ഉണ്ടോയെന്നറിയില്ല. ഏതായാലും ആ പ്രസംഗം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്ന് ചുരുക്കം. ഫഖതബ ഖുത്ബതൻ ഹഫിള ലനാ തബരി നസ്സഹ ഫഖാൽ. പ്രസംഗത്തിൽ പറഞ്ഞു അയ്യുഹന്നാസ് അൻ മലഇൻ വഉദുനിൻ. എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കണം, എല്ലാ കാതുകളും കേൾക്കണം. ഇന്ന ഹാദാ അംറുക്കും. എന്റെ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ സുബൈറ അംറുക്കും ലൈസ ലി അഹദിൻ ഫീഹി ഹഖ്ഖുൻ ഇല്ലാ മൻ അമർതും. നിങ്ങൾ ആരെയാണോ അമീറാക്കുന്നത് അയാൾക്ക് അല്ലാതെ വേറെ ഒരാൾക്കും ഇതിൽ ഒരു അധികാരവുമില്ല.
വഖദ് ഇഫ്തറഖ്നാ ബിൽ അംസി അലാ അംറിൻ. ഇന്നലെ നമ്മൾ വൈകിട്ട് സന്ധ്യയ്ക്ക് പിരിഞ്ഞത് ഒരു ധാരണയിലാണ്, ഈ വിഷയമായ ഒരു തീരുമാനത്തിലെത്തിയിട്ടാണ്. ഇതിൽ ബ്രാക്കറ്റിലുണ്ട് ഐ അലൽ ബൈഅത്തി ലഹു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തുടങ്ങിയ ഉന്നതരായ സഹാബികളെ കൂടിയിട്ട് തീരുമാനിച്ചതാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇന്ന് വാല്യൂ ചെയ്യാൻ പറ്റൂല, നിങ്ങൾ നിർബന്ധമായിട്ട് അത് ഏറ്റെടുക്കണം. വഖദ് ഇഫ്തറഖ്നാ ബിൽ അംസി അലാ ഖഅത്തു ലക്കും. ഞാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ ബൈഅത്ത് സ്വീകരിക്കാൻ ഞാനിവിടെ, നിങ്ങൾ ഖീദു അലാ അഹദില്ല ഫഅജിദു അഅലന അന്നഹു ലാ യസ്തമിദ്ദുൽ ഖിലാഫത മിൻ ശൈഅ മിനൽ ബൈഅത്തി. വ്യക്തമാണ്. അസ്റത്തുൽ മുബശ്ശരീനാണ്, നബിതങ്ങളുമായി സന്തത സഹചാരിത്വമുള്ള ആളാണ് എന്ന് വിചാരിച്ചാൽ ആ വിചാരിച്ചവന്റെ ഈമാൻ അപകടത്തിലാണ്. ഞാൻ പറഞ്ഞത് ഒരാളും കേൾക്കാതെ പോകരുത്, ഞാൻ റവണപ്പെട്ട് ഉൾക്കൊള്ളാതിരിക്കരുത്. ഞങ്ങൾ ഇന്നലെ സന്ധ്യക്ക് ആ വിഷയം അപ്പോഴും വൈകുന്നേരം കൂടി പിരിഞ്ഞ് അങ്ങനെ പ്രശ്നത്തിൽ പ്രഖ്യാപനം നടക്കുന്നൊക്കെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ പറഞ്ഞത്. ഞങ്ങൾ ഇന്നലെ കൂടിയിട്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പക്ഷേ അത് നടപ്പാക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ ഇതാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഈ എന്നതൊക്കെ സത്യത്തിന് എതിരാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഷാമിലേക്ക് ഗവർണറായി അയച്ചു. ഇങ്ങനെ ചരിത്രം അങ്ങനെ പോകും, എല്ലാം പറയാൻ സമയമില്ല. അലി ഇബ്നു അബീ ത്വാലിബിന്റെ ആൾക്കാർ എന്ന നിലക്ക് ആ ഗ്രൂപ്പ് ഇങ്ങനെ പ്രവർത്തനം സജീവമാക്കി. മുആവിയയുമായിട്ട് ചില ആലോക്യങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഹ്ലുൽ ബൈത്ത് ഒന്ന് വേറിട്ട് നിൽക്കണമെന്ന ചിരി പിന്നിലുള്ള ആൾക്കാർ ചെയ്യൽ എപ്പോഴും വേറെ വേണം. അഹ്ലുൽ ബൈത്തിന്റെ മദർ. അങ്ങനെ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു മദ്ഹബ് ഉണ്ടായി, ജാഫരി. ഒരു വിഭാഗത്തിന്റെ മദ്ഹബ് ജാഫരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ മഹാനാണ്, പണ്ഡിതനാണ്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. പക്ഷെ ഇവര് ഒരു വ്യതിരിക്തത, അഹ്ലുബൈത്തിന് ഒരു മദ്ഹബും വേറെ വേണം. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി അതിന്റെ ഒരു മദ്ഹബ് വേണം. ഇങ്ങനെ ഒരു സങ്കുചിത വീക്ഷണം ഈ പിന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. വേറൊരു വിഭാഗം ഇവരെ അവര് പറഞ്ഞു, നമുക്ക് നമ്മളെ നേതാവിന്റെ സെയ്ദികൾ പിന്നെ കുറെ മദ്ഹബുണ്ട്. മദ്ഹബ് യമനിൽ ഉണ്ട് കുറെ. പിന്നെ ഇതിന്റെ പിന്നിലൊക്കെ ചില രാഷ്ട്രീയമായ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയമാകുമ്പോൾ തന്നെ അത് ബാത്തിലാവും. തീരാൻ തുടങ്ങി ശിയഅത്തു അലിയിൽ നിന്ന്. ഷിയാക്കളിലെ റിബലുകളാണ് യഥാർത്ഥത്തിൽ പിന്നെ ഖാരിജി എന്ന ഒരു കൂട്ടമായത്. ഖാരിജികളിലെ ഇന്ന് നിലവിലുള്ള ഇബാദികൾ എന്ന് പറയുന്നത് അബ്ദുല്ലാഹ് ഇബ്നു ഇബാദ് എന്ന് പറഞ്ഞ ഒരാളിലേക്ക് മൻസൂബാണ്. ആ മദ്ഹബ് ഇന്ന് നിലവിലുണ്ട് മസ്കത്ത്, ഒമാനില്. 30% പറ്റി പറഞ്ഞ മാതിരി തന്നെ ലോകത്ത് പലരും മനസ്സിലാക്കുന്നത് ഒമാനിലൊക്കെ ഇബാദികളാണ്. അത് ശരിയല്ല. അടുത്തൂടെ ഒമാനിലുള്ള രണ്ടാളുകൾ വന്നിരുന്നു, അവരോട് ഞാൻ വിഷയം നേരിട്ട് ചോദിച്ചപ്പോൾ അവർ 30%. പക്ഷെ അവരുടെ ശബ്ദം അങ്ങനെ പുറത്തു വരില്ല. നമ്മുടെ ശബ്ദം പുറത്തു വരാത്ത മാതിരി തന്നെ വന്നുള്ള പത്രങ്ങൾ വാർത്ത കൊടുക്കൂല. കൊടുക്കുന്ന ആൾക്കാർ തന്നെ വാർഷിക സമ്മേളനത്തിൽ പോയി അല്ലെങ്കിൽ കൊടുക്കുക. അതിന് അലൈസ്പ്രഭാതം വളരെ സമീപസ്ഥമാകുന്നു നടത്തുന്നില്ലെങ്കിൽ തിരിച്ചമായി തന്നെ സമുദായ പുറത്ത് ഫെഡറൽ ബാങ്ക് കിഴിഞ്ഞ് മുഴുവൻ തെറ്റിദ്ധരിക്കണ്ട, തെറ്റിദ്ധാരണ. അപ്പൊ ഞാൻ ഉൾപ്പെടുന്നുണ്ട് ഷിയാകള്. അതാണ് പിന്നെ മത്തിന് പറയാൻ വളരെ ഇവരെ രാഷ്ട്രങ്ങൾ വെച്ചു. വാദികള് ഖുറാബി എന്ന് പറയുന്ന ഗ്രൂപ്പതിലുണ്ട്. അവര് പറയുന്നത് യഥാർത്ഥത്തില് നബി കാലത്ത് കിട്ടേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ഉപ്പാന്റെ പേരക്കുട്ടികളായതുകൊണ്ട് അവർ രണ്ടാളും കാക്കകളെ പോലെയായിരുന്നു. ഒരു കാക്ക വേറൊരു കാക്ക, ആ കാക്ക ഏതാണെന്ന് അറിയാം. അപ്പൊ അഹിൽവേറ്റ് വേണം ജിബിൽ കൊടുത്തതാണ്. അപ്പൊ അവരുടെ പേര് ഖുറാബികൾ. വേറൊരു ഗ്രൂപ്പിൽ ഒഴിച്ച മറ്റൊരു ആയതുകൊണ്ട് പിന്നെ വേറെ ചില ഫുറോയ്യാത്തിലൊക്കെ കുറെ വ്യത്യാസം ഉണ്ടാവും.
പേര് വന്നതെങ്ങനെ ങ്ങളും ഈച്ചകൾ അറിയാത്തമാതിരി. അപ്പൊ അടിസ്ഥാനപരമായി തന്നെ സഹീഫായ വർത്താനല്ലത്. രണ്ടാളും അബൂതാലിബിന്റെ വീട്ടിലിങ്ങനെ ചോറ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയി വന്നതാണെങ്കിൽ ഇത് റസൂലുള്ളാ മക്കൾക്ക് കുറെ പ്രയത്നം നടത്തി വല്ലാത്ത സ്വഭാവത്തല്ല. ഏതുപോലെ ആഹാരം കഴിക്കുന്നവർക്കൊക്കെ ആലിന്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞ വിശ്വസിക്കും എന്നമാതിരി കുറെ മുമ്പ് ഇങ്ങനെ ചിന്തിക്കും എങ്ങനെ പറഞ്ഞു ഇതൊക്കെ വല്ലായിട്ട് ഇപ്പൊ മുടി വന്നപ്പോ അത് ഈ ഉസ്താദിന്റെ മുടിയാണ്. ഉസ്താദിന്റെ മുടിയാണെങ്കിലും ധർമ്മിണിയുടെ മുടിയാണെങ്കിലും ഇലാഫത്ത് നെക്കറാണെങ്കിൽ പോലും താലിബ് ഇഹ്സാനീൻ അപ്പൊ ഇലാഫത്ത് അത് ഉസ്താദ് കാര്യത്തിന്റെ ആണെങ്കിലും ഈ ഖുറാബിയോട് ഒന്ന് പറയാത്ത അലി ഇബ്നു അബീ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയോടെ അല്ലെങ്കിൽ അഡ്രസ് മാറി കത്ത് കൊടുക്കണമല്ലോ. അൽ അമീൻ മിനൽ മുബീൻ ബിലിസാനിൻ അറബിയ്യിൻ അയക്ക് ഖുർആൻ അവർ പറയണില്ല. പോട്ടെ, സമയം പോവും. നമ്മൾ ശരികൾ ഇസ്നാഅശരി എന്ന് പറഞ്ഞാൽ ആണ് അവർ വിശ്വസിക്കുന്നത്. വിധങ്ങൾ ഈ 12 ആളുകൾക്ക് അവർക്ക് ഖിലാഫത്ത് കിട്ടുകയുള്ളൂ. അപ്പൊ ചിന്തിക്കുന്നില്ല, 12 കഴിഞ്ഞു പോയിട്ടില്ല. വരാൻ കാരണം അതാണ്. ഇമാമികൾ എന്ന് പറയുന്നത് മഅദൂദായ 12 ആളുകളിൽ ഖിലാഫത്ത് കൊണ്ട് ഇവർക്ക് ഇമാമികൾ എന്ന് പറയുന്നു. ഈ പേര് ഇസ്നാഅശരി ഖലീഫമാരിലാണ് ഇവർ വിശ്വസിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ ഖിലാഫത്ത് അവർ തട്ടിയെടുത്തതാണ്, അല്ലെങ്കിൽ തെറ്റായ സഹാബികൾ അത് അനധികൃതമായി നൽകിയ ഈ 12 ആളുകൾ. രണ്ടാമത്തേത് ഹസൻ റളിയല്ലാഹു അൻഹു. 4 അലി സൈനുൽ ആബിദീൻ ഇബ്ൻ ഹുസൈനുൽ ആബിദീൻ. വെറും അലി ഇബ്നുൽ ഹുസൈൻ എന്നും പറയുന്നുണ്ട്. അലി സൈൻ പൂർണ്ണമായി. അതിനെപ്പറ്റി ഒരു സുപ്രധാന സംഭവം. പിന്നെ ബാഖിർ, സാദിഖ്, 7 മൂസൽ കാദിം ഇബ്നു മൂസ കാദിം, 9 മുഹമ്മദ് ബിൻ അൽ അസ്കരി. അതെന്താണ് എങ്ങനെ പുല്ലാതിരിക്കാണ്? 12ാമത്തെ മുഹമ്മദ് ബിൻ അലി അൽ അസ്കരി, മുഹമ്മദ് ബിൻ ഹസൻ. 12ാമത്തെ ഹസൻ. 5 വയസ്സായപ്പോൾ ഹസൻ എന്നവർ മരിച്ചു. ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ആരോ അദ്ദേഹമാണ് ഖലീഫ ആയിട്ടുള്ളൂ എന്നാണ് ഇവരെ വിശ്വാസം. ഈ കുട്ടിക്ക് 5 വയസ്സായപ്പോൾ മുഹമ്മദ് ബിൻ ഹസൻ, ബാബാന ബിൻ ഹസൻ എന്ന് പറഞ്ഞ ഹസൻ എന്നവർ ഷിയാക്കളുടെ സങ്കല്പമാണ് പറയുന്നത്. ഗുരുതരമായ ആ കുട്ടിയെ പിന്നെ പുറത്തിറക്കിയില്ല. ഖലീഫയുടെ മാർഗദർശനങ്ങൾ, ഖലീഫയുടെ കൽപ്പനകളെ ഒക്കെ സമൂഹത്തെ വിളംബരം ചെയ്തു. ബിൻ ഹസൻ പറഞ്ഞു മനസ്സിലായി. ഖലീഫ പാപ്പ വെച്ച മൂത്ത മകൻ ഖലീഫ. വയസ്സുവരെ ഉള്ള കാലം കഴിഞ്ഞു. 60 കൊല്ലം കഴിഞ്ഞു. 60 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറെ ഒരു വിളംബരമുണ്ടായിരുന്നു. സിർദാബ് ഇവങ്ങോട്ട് പോയിട്ടുണ്ട്. അതുവരെ അദ്ദേഹത്തിന്റെ പ്രതിയായി പ്രഖ്യാപിക്കപ്പെട്ടു. കാര്യമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവസാനം ഈ 60 കൊല്ലം ഏതാവശ്യം അപ്രത്യക്ഷമാകുന്നത് കുറഞ്ഞ കാലം നടന്നുപോയി. ഗൈബത്തുൽ കുബ്ര എന്താണ് വരും? എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ഈ മിസ്കിൻ എന്താ കാണിച്ചത്? അല്ലാഹു അഅലം കാണിച്ചത്. എന്ത് ഇദ്ദേഹത്തിന്റെ ദൗത്യങ്ങൾ നിർമ്മിക്കല്. അദ്ദേഹത്തിന്റെ പേര് ആയത്തുള്ള ആയത്തുള്ള ആളാണ്. ഈ മഹാതീരം തിരിച്ചുവരും വരെ പ്രതിപക്ഷനായി സംശയങ്ങളിൽ പോകണം. എന്നാലേ പിന്നെ അപ്പൊ ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല ഓർമ്മ വേണം. ഈ 250 മഹാ ഗൈബത്തുൽ കുബ്ര.
ഇതൊക്കെ പക്ഷേപ്പോ മഹാതിരോധാന കാലം മുതൽ ഷിയകൾക്ക്, അല്ലെങ്കിൽ ഷിയയിലേക്ക് നമുക്ക് ഷിയായി അങ്ങനെ പറയാം, നമുക്ക് ഷിയാക്കൾ എന്നാ പറയാം. സലി എന്ന് പറഞ്ഞവരാണെങ്കിൽ ഷിയൈ എന്ന് പറയാം. ത്തിന് ശേഷം ഒരുപാട് ഇഫ്തിറാഅത്ത് അവര് അദ്ദേഹത്തിന്റെ ഔദ അങ്ങാടിയും മസാറിലൊക്കെ ബോർഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് കൂടെ എഴുതി അവർ വരാൻ അവരെ വേഗം പുറത്തു കൊണ്ടുവരണേന്നാണ്. മാത്രമല്ല കൂടി നടന്നു പോയ ആള് അഥവാ മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി എന്ന ആള് ഖിയാമത്തിന് മുമ്പ് മടങ്ങി വരും. ഈ മുൻതവർ എന്ന് പറഞ്ഞ ആളതാ മഹദിയും നമ്മളൊക്കെ പഠിക്കുന്ന കിതാബുകളിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെങ്ങനെ റസൂലുള്ളാഹി വരുന്നല്ല, ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരിക്കും, അയാൾ പേര് മുഹമ്മദ് എന്നായിരിക്കും. ഗണിക്കും പുറത്തു വരും എന്ന് നടന്നിട്ട് ഇസ്ലാം ചെയ്ത് ലോകം നന്നാക്കും. ലോകത്തിന്റെ പ്ലാറ്റ്ഫോം വളരെ ശുദ്ധ. തന്റെ പിതാമഹനാരായ 11 ഇമാമിയങ്ങളും വരും. 11 ഇമാമിയങ്ങളും തിരിച്ചു. 11 ഇമാമിയങ്ങൾ അര മുതൽ നാട്ടിലൊക്കെ തിരിച്ചു വരും. മുഹമ്മദ് അദ്ദേഹമാണ് പ്ലാറ്റ്ഫോമൊക്കെ ലെവലാക്കി. ലോകമാണ് പ്ലാറ്റ്ഫോം. മനുഷ്യന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി മുമ്പിൽ ഒക്കെ ക്ലീൻ ചെയ്ത് ശരിയാക്കും. വരും. ദുനിയാവ് ഭരിച്ചത് അത്ര കൊല്ലം ഭരിക്കും, എന്നിട്ട് മരിക്കും. ഹസൻ പോലെയുള്ള ഹസൻ ബിൻ അലി വരും. ഇത്രകാല ഖലീഫാവും ഭരിക്കും. 11 മടങ്ങി വരുന്ന ഈ പ്രതിഭാസത്തിനാണ് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വ്യതിരിക്തി ഉണ്ടെങ്കിലും അടിസ്ഥാനങ്ങളൊക്കെ അനിവാര്യമാണ് എന്ന് ഈ ആയത്തുള്ളമാർ മനസ്സിലാക്കുക. കൂടെ തൽക്കാലം കൂടുതലുള്ള ആൾക്കാരെ ചൂഷണം ചെയ്ത് ഈ മദ്ഹബ് വളർത്താൻ ശ്രമിക്കുകയും നേരത്തെ പറഞ്ഞ ആയത്തുള്ളമാർ പറയുന്നത് ചുരുങ്ങിയത് ഒരു 200 അല്ലെങ്കിൽ 129 അതാണ് തിരോധാൻ ബിൻ ഹസൻ കാണാതെ. ആ 329 ഉണ്ടാവും ആ നൂറ്റാണ്ടിൽ. 400 പേരല്ലേ 1.25 എന്നാണ് ചരിത്രകാരന്മാർ പറയും. ഖുർആൻ സൂക്തങ്ങൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ പറയപ്പെടുന്ന ചില ആയത്തുകളെ ഒക്കെ അവര്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഖിലാഫാവോ അതേ 12 ആളുകളിലേ ഉണ്ടാവൂ, 11ാമത്തെ കാണാതായി ആദ്യം ഇതിൽ മാത്രം അധിഷ്ഠിതത്ത് ഉണ്ടാവും. യഥാർത്ഥത്തിലൊക്കെ നുണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാല് റസൂലുള്ളാഹി അവസാനം നിസ്കരിക്കാൻ പറഞ്ഞു സിദ്ദീഖിനോട്. നിസ്കരിച്ചു. 3 അദ്ദേഹം അൻവനാഫനം ചെയ്തു. അങ്ങനെയാണ് മുസ്ലിമീങ്ങളെ. മാത്രമല്ല അതിൽ ശ്രദ്ധേയമായത് അലി ഇബ്നു അബീ ത്വാലിബ് അവരുടെ സന്തത സഹചാരിയും അവരുടെ ഗുണ ഉദാഹരണം ഒരു പാടുണ്ട്. മറ്റൊരു പോകാൻ പുറപ്പെട്ടപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് നിങ്ങൾ യുദ്ധത്തിന് പോകരുത്, നമ്മൾക്ക് മുട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ രക്തസാക്ഷി, നിങ്ങൾ ഇവിടെ തന്നെ പിറ്റേ നിലവിലുണ്ട് എങ്കിലോ പിന്നെ പറയുന്നത് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. യുദ്ധമന്നയുടെ അപകടകാരിത മുസ്ലഹത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് യുദ്ധത്തിന് പോകുന്നതിൽ നിന്ന് സംഭവം പറഞ്ഞു. ആ ചരിത്രം എടുത്ത് നോക്കിയാണ്ടാവും. ഖലീഫ നിശ്ചയിച്ച് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം നേതാക്കന്മാരെ വിളിച്ച് ചർച്ച ചെയ്യും. അതിലൊക്കെ അലി. മാത്രമല്ല ഈ 3 മഹാതിരോധാനം വരെ, ആ കാലം വരെ ആർക്കും അഭിപ്രായം ഖിലാഫത്ത് ഏറ്റത് ഇയാളെ ഖലീഫയായി തെരഞ്ഞെടുത്ത് നിങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർക്കൊക്കെ വേണ്ടി അവരൊക്കെ മഹാന്മാരായി വാഴ്ത്തിയിരുന്നു. അലി റളിയല്ലാഹുവിന്റെ ദുർവ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ പറയാൻ സമയമില്ല. അങ്ങനെ ഇവര് ഈ ഖലീഫ ഒക്കെ മഹാതിരോധാനത്തിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഖലീഫമാരോട് അബൂബക്കർ സിദ്ദീഖ് തട്ടിയ സഹാബികള് തെറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്തത് എന്ന് പറഞ്ഞു കുറ്റക്കാരാണ് എന്ന് അവർ പറയുന്നു. വസ്സലാത്തു വസ്സലാം അലാ സയ്യിദിനാ മുഹമ്മദ് പറയുള്ളൂ, വസ്സഹബിഹി എന്ന് പറയില്ല. സഹബിഹി അങ്കുലി എന്നാണ് അവർ പറയുന്നത്. ഈ ഖിലാഫത്ത് 3 ആൾ കൊടുത്തിരുന്നു. ആയിഷ ബീവിയോട് അവർക്ക് വിദ്വേഷമാണ്. അലി നയിച്ചു സിഫീൻ യുദ്ധത്തിന്റെ പേരിലെ ഒക്കെ വല്ല വിദ്വേഷവും ഒന്നും ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിലെ തെളിവുകൾ ധാരാളമാണ്. മഹാനെ അലി ഇബ്നു അബീ ത്വാലിബ് ആക്ഷേപിച്ചത്. ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയെ ഖുറൈശി കുടുംബത്തിലെ സഹാബി വനിതകളോട് മദീനയിലേക്ക് വാഹനപ്പുറത്ത് അവരോട് അനിഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ആ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ആവുമല്ലോ. മാത്രമല്ല ആദ്യകാലങ്ങളോ അതേ ആദരം 48-ാം പേജിന്റെ പ്രസംഗത്തിൽ
അതിലെ കുറെ കൈകളും കുറെ നമ്മൾ വിഷയമാക്കുന്നില്ല. അപ്പൊ ഈ അടിസ്ഥാന മഹാതിരോധാണ് റജാത്തുൽ കുബ്രക്ക് ശേഷം 3 എന്ന പേരുള്ള ആളുകൾ ഷിയാക്കളിൽ ഉണ്ടാകാം. ആബിമാരുടെ പേരുണ്ട്. നിലക്ക് ആയിഷ ബീവിന്റെ പേരുണ്ടാവില്ല. അത് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകളാണ്. ഉന്നയിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മറ്റാണെങ്കിൽ 3-ാം നൂറ്റാണ്ടിലെന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. അലി ഇബ്നു അബീ താലിബിന്റെ പേരുള്ള മക്കളുണ്ടായിരുന്നു. ഈ 330 എന്ന് പറയാം, 330-ാം കൊല്ലം ഹിജറ. അതുവരെ വിവേചനമോ അല്ലെങ്കിൽ ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ അനിഷ്ടകരമായ ഒരു സമീപനമോ താപിയായിരുന്നില്ല. സ്വന്തം ാക്കാൻ ഞങ്ങളാണ് ദൈവത്തിന്റെ ആളുകൾ, ഞങ്ങളാണ് റസൂലുള്ളാന്റെ ആളുകൾ എന്ന് വരുത്തി തീർക്കാൻ റസൂലുള്ളാനുള്ള മഹബത്താണ് അവർ പ്രസംഗിക്കുന്നത്. എന്നിട്ട് ജനങ്ങളെ ഈ ബാർബർ ഷാപ്പിൽ നിന്ന് കൊടുന്ന മുടിയിട്ട വെള്ളം കുടിപ്പിക്കുകയാണ് റസൂലുള്ളാന്റെ പേര് പറഞ്ഞിട്ട്. അതുപോലെ മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളും രേഖകളും ഒക്കെ അവർ ഇഖ്തിലാഖ് ചെയ്തു, വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കി. മാത്രമല്ല അവയിൽ പലതും ഇമാം ജാഫർ സാദിഖിന്റെ പേരിലും ഇമാം ബാഖിർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും അങ്ങനെ വലിയ വലിയ മഹാന്മാരുടെ പേരിൽ വ്യാജ ഹദീസുകൾ ഉണ്ടാക്കി. ഒക്കെ അവരുടെ ആശയങ്ങൾക്ക് ഹദീസിലുള്ളത്. അങ്ങനെ ഈ 3, 4, 5 നൂറ്റാണ്ടുകൾ ഇടയിൽ തീവ്രമായ പ്രവർത്തനങ്ങൾ നടന്ന് പിന്നെ ഏതാനും ഒരു 4-5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രത്യേക ഷീഈ കുടുംബം ഇറാഖിൽ ഭരണമേൽക്കുന്നത്. സഫവി, അതിലെ 1-ാമത്തെ ഭരണാധികാരിയുടെ പേര് ഇസ്മായിൽ സഫവി എന്നാണ്. ഇവരിതിന് ഔദ്യോഗിക പരിവേഷം നൽകി. ഔദ്യോഗികമായി പട്ടാളം, പോലീസ്, അധികാര സ്ഥാനങ്ങളൊക്കെ ഇതിന്റെ പ്രചാരണത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇതിനെതിരായതൊക്കെ അടിച്ചു തകർക്കാൻ അവർ അധികാരം ദുർവിനിയോഗം ചെയ്തു. വളരെ ചുരുക്കിയ പറയുന്നത്. പല ജനിച്ചത് ഇമാം കാഷാനി ഇറാനിയാണ്, ഇമാം കാസറൂനി ഇറാനിയാണ്. ഇങ്ങനെ ഒരുപാട് ഇമാമിയങ്ങൾ. ഇമാം ഗസാലി ഇറാനിയാണ്. അതൊക്കെ അറിയോ? ഇമാം ഗസാലി ജനിച്ചത് ഖുറാസാനിലാണ്. ഖുറാസാൻ 2 ജില്ലകളായി വിഭജിക്കപ്പെട്ട് ഇന്നും ഇറാനിലുണ്ട്. തൂസിന്റെ പേര് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം. മഷ്ഹദ് എന്നാണ് തൂസിന്റെ പേര്. ഇമാം ഗസാലിയുടെ നാട് തൂസാണ്, ഖബർ അവിടെയാണ്. പോകാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ടെഹ്റാനിൽ നിന്ന് 1000 കിലോമീറ്റർ ദൂരെയാണ്. അവിടെയാണ് ഇമാം റിളാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത്. വേറെ അഹ്ലുൽ ബൈത്തിന്റെ ഖബറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സഫവി ഭരണകൂടം ഏതുപോലെ ഖൽഖുൽ ഖുർആൻ വാദം വന്ന കാലത്ത് അന്ന് ഭരണകൂടം ഖൽഖുൽ ഖുർആൻ വാദത്തെ പൊക്കിപ്പിടിക്കുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ, പണ്ഡിതന്മാരെ മർദ്ദനങ്ങൾക്കും ക്രൂരവധങ്ങൾക്കും വിധേയരാക്കുകയും ചെയ്തതുപോലെ ഇവരും ചെയ്തു. അങ്ങനെയാണ് ഇറാന്റെ മദ്ഹബ് അല്ലെങ്കിൽ ദീന് ഷിയ ദീനായി, ഷിഈ മതം. സ്വാഭാവികമായും ഭരണം കയ്യിലുണ്ടായാലും അങ്ങനെ തന്നെയാണ്. അതിന് ഞാൻ ഉദാഹരണങ്ങൾ പറയേണ്ടതില്ല. ഇനി ഇവരുടെ ചില വിചിത്രമായ വിശ്വാസങ്ങൾ കൂടി പറയാം. ഒരുപാടുണ്ട്, പറയാൻ സമയമില്ല. ഒന്ന്, അവരുടെ ഒരു അടിസ്ഥാന വിശ്വാസമാണ് തഖിയ്യ എന്ന് പറയുന്നത്. തഖിയ്യ തഫ്സീർ പഠിച്ചിട്ടുണ്ടാവും. ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാതൻ. തുഖാഹ് എന്ന് പറഞ്ഞാൽ തഖിയ്യ എന്നാണ്. അതായത് സ്വന്തം നിറം ആളുകൾ മനസ്സിലാക്കി മോശമാകുന്ന അവസ്ഥ എന്ന് വന്നാൽ ആ നിറം മാറ്റിവെക്കുക. മറ്റൊരു സ്പഷ്ടമായി പറഞ്ഞാൽ സുന്നികളുടെ അടിയിൽ വന്നാൽ സുന്നിയായി അഭിനയിച്ച് ജീവിക്കുക. വിശ്വാസം. അതിന് തെളിവ് ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാ. ശത്രുക്കളുമായി ഒരു തഖിയ്യ നിങ്ങൾക്ക് വരിക്കേണ്ടി വരികയാണെങ്കിൽ, സ്വീകരിക്കേണ്ടി വരികയാണെങ്കിൽ അതാകാം. മുസ്തസ്നാന്റെ മാന അതാണ്. അതിന് മുമ്പുള്ള ആയതെന്താ? ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാ. വേഗം പറയാം, നേരല്ല. ആർക്കറിയാം? ഇല്ല അൻ തത്തഖൂ മിൻഹും തുഖാ. ഈ കണക്കിന് ഇപ്പൊ ദാറുൽ ഹിഫ്ള് കോളേജ് നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ
ഒക്കെ പറയാം. المؤمنون الكافرين أولياء من دون المؤمنين. പിന്നെ ഇല്ലാതെ ومن يفعل ذلك إلا أن تتقوا منهم تقى. നമ്മളെ ഹാഫിദീങ്ങൾക്കൊക്കെ അവരെ ഹിഫ്ള് നിരന്തരമായി നിലനിർത്താൻ അപ്പം തഖി ചിലപ്പോൾ അടി കിട്ടും. അവിടത്തിനനുസരിച്ച് പറയാം. തഖിയ ഇവരുൾപ്പെടാതെയും ഇരിക്കാനാണ് ഇങ്ങനെ ഒരു രീതി അവർ ആവിഷ്കരിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് അവരിപ്പോ ഉദാഹരണമായിട്ട് ഷാഫി ഹനഫിന്ന് എടുക്കുക. ഒരാള് പിന്നെ ഹനഫിയാണ്. വിവരമുള്ള ആൾക്കാരാണെങ്കിൽ മദ്ഹബിനെ പറ്റി ആണെങ്കിൽ ഇപ്പം ഷാഫി എന്നെഴുതും, അല്ലെങ്കിൽ പിന്നെ സലഫി എന്നെഴുതും. കയ്യൊന്നിച്ചാൽ ഇതുപോലെ ഷിയാക്കളുടെ ലക്ഷണം കണ്ട് ആളത്തിന് ഹാനികരാണ് സുന്നിയായിട്ടിന് അഭിനയിക്കുന്നത്. ചുരുക്കത്തിൽ അവരുടെ ഒരു അടിസ്ഥാന വിശ്വാസ പ്രമാണം. മറ്റൊന്ന് അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഈ 12 ഈ അവരുടെ മക്കളും അവരുടെ മക്കളും അതിൽ ഒരു വാപ്പാന്റെ ബാക്കിയുള്ളവരെ മരിച്ചു പോയിട്ടുണ്ടോ? ആര് അഹ്ലു മുഹമ്മദിന് വാലി കോൺഫറൻസിലൊക്കെ പറയും. ഒരു പേപ്പർ കഴിഞ്ഞ വാലി മുഹമ്മദ് എന്നാണ് ഈ ആൾ പറയണത്. അങ്ങനല്ല, അല്ലെങ്കിൽ അഹ്ലു ബൈത്തല്ല. അപ്പൊ ഈ 12 ആളുകളെ അവർ പ്രൊജക്ട് ചെയ്ത് പൊക്കിപ്പിടിച്ച് നിർത്തും. വേറെ ഉള്ളത് വിലായത്ത് അവരുടെ പ്രതിനിധിയായ ഫഖീഹ്. സാധാരണ പറഞ്ഞ രാജ്യത്തിനാകെ ഒരു ഫഖീഹ് ഉണ്ടായില്ലേ. ജില്ലക്ക് ഒരു ആള് വേറെ, താലൂക്കിന് വേറെ ആള്, ഇതിന് വേറെ, വാർഡിന് വേറെ ഒക്കെ അദ്ദേഹത്തിന്റെ പ്രതിനിധികളായിട്ട് ആൾക്കാരുണ്ടാവും. ഈ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് അമൽ ചെയ്യാം. ഇതിനെതിരെ ആധുനിക സമൂഹം അതുകൊണ്ടാണ് ഒരു 10 അടച്ചുകൂട്ടിയ ഭാഗത്തിന് അവസാനമുണ്ട്. പക്ഷെ അതാരും അറിയില്ല, നാട്ടിലുള്ളവരെ അറിയില്ല. എന്താ നിന്നായിരിക്കും കാരണത്താലാണ് എന്നുള്ളത് പൊതുസമൂഹത്തെ അറിയിക്കപ്പെടില്ല. വിലായത്തുൽ ഫഖീഹ് എന്ന അധികാരിയെടുക്കണ വലിയരല്ല, പ്രസിഡന്റിനേക്കാൾ ഉന്നതമായ ഗുരുതരമായ വല്ല വിഷയം വന്നാല് 48 മന്ത്രിമാരെ പേര് കടലാസ് എഴുതി വാങ്ങിയിട്ട് അത് ചിന്തിയുടെ അധികാരമുള്ള ആളാണ് ആയത്തുള്ള സർ ഖലീഫ അല്ലെങ്കിൽ ഇമാമ്. അങ്ങനെയുള്ള അത്യുന്നത റാഷിദീങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലാതെ കർമ്മശാസ്ത്രമല്ല പഠിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞാല് ഇടക്കാലത്ത് അള്ളാഹുവിനൊരു വീണ്ടും വിചാരം ഉണ്ടായി. അതല്ല ശരി. ഇടക്കാക്കിയൊരു മസ്അല ജാഫർ സാദിഖ്, പക്ഷേ ഇസ്മായിൽ മരിച്ചുപോയി. അയാൾ തന്നെ അവരുടെ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം അനുസരിച്ച് മനസ്സിലായില്ലേ? ഇമാം ജാഫർ സാദിഖ് മരിച്ചിട്ടില്ലായിരുന്നു. ഇസ്മായിലിന്റെ മൂത്ത മകനാണ് ഖിലാഫത്ത് നൽകപ്പെടേണ്ടത് അവരുടെ അതുവരെയുള്ള വിശ്വാസം അനുസരിച്ച്. ജാഫർ സാദിഖ് പിൻഗാമിയാക്കിയത് വേറെ മൂസ ഇബ്നു ജഫർ. ജാഫർ സാദിഖിന്റെ മകൻ ഖലീഫയാക്കി. ഖലീഫ ലോകം മൈദീനല്ല, അവര് അംഗീകരിക്കുന്ന ആൾക്കാർ. മൂസ ഇബ്നു ജാഫറിനെ ഖലീഫയാക്കി ജാഫർ സാദിഖ് വളരെ കുടുങ്ങി. എങ്ങനെ കുടുങ്ങി? വിശ്വാസം എന്താ? പകരം ഇസ്മായിലിന്റെ അഞ്ചനാണ് കൊടുത്തത്. അപ്പൊ അത് മുറിക്കേണ്ടതുണ്ട്. അപ്പൊ അവര് പറയാക്ക് ബദാ ഉണ്ടായി എന്ന് പറഞ്ഞു. ഇസ്മായിലിന്റെ മൂത്ത മകന് ഖിലാഫത്ത് കൊടുക്കേണ്ടതിന് പകരം ജാഫറിന് ഖിലാഫത്ത് കൊടുത്തത്. അത് പടച്ചോന് ബോധോദയം അതാണ്. കൂടുതൽ ആവശ്യമുള്ളവർക്ക് അത് പഠിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ സിദ്ധാന്തമൊക്കെ വ്യാജനിർമ്മിത ഖിലാഫത്ത് ഉണ്ടാകാവൂ എന്നത് ഈ മഅദൂദായ ആളുകളിൽ മഹ്സൂറല്ല, അത് അവരുണ്ടാക്കിയാണ്. മൂത്ത മകനാക്കണം അവരുണ്ടാക്കിയതാണ്. മൂത്ത മകനാക്കി. പിന്നെ ഈ ആയത്തുള്ളമാരെ പിന്നെ അസിസ്റ്റന്റുകളൊക്കെ ഇവർക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സുണ്ട്. ഹുമുസ്
വഅൽമു അന്നമാ ഗനിമതും മിൻ ഇൻഫ. ഈ ഖുംസിലേക്ക് ഗനീമത്തിനെ പറ്റി അവിടെ പറഞ്ഞിട്ട് അന്നമാ ഗനീമത്തും എന്ന് പറഞ്ഞാൽ അതിന് മാന അറിഞ്ഞിട്ടുള്ളത് ഗനീമത്താണെങ്കിലും മുസ്ലിമീങ്ങൾ കിട്ടുന്ന എല്ലാ ആദായത്തിൽ നിന്നും ഖുംസ് കൊടുക്കേണ്ടതാകും. അപ്പൊ ആ പണം കൊണ്ട് ഇങ്ങനെ കീശ വീർപ്പിച്ച് ഹുമുസ്, കച്ചവടത്തിൽ നിന്ന് ഹുമുസ്, അലിസ്താദിന്റെ ശമ്പളത്തിൽ നിന്ന് ഹുമുസ്, മാറാട് നാസറിന്റെ ശമ്പളത്തിൽ നിന്ന് ഹുമുസ്, ഡ്രൈവർ ശംസുവിന്റെ പോയ ഓന്റെ ശമ്പളത്തിൽ നിന്ന് ഹുമുസ്, ശമ്പളത്തിൽ നിന്ന് വരുമ്പോഴാണെങ്കിൽ ഇന്ന് ഹുമുസ് റസൂലിനുള്ളതാണ്, റസൂലിന്റെ പിൻഗാമികൾക്കുള്ളതാണ്. ഞാൻ പറയുന്നത് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ വേറെ ഒന്നുള്ളത് ആശൂറ പീഡനം. ആശൂറൊക്കെ പോലുണ്ടല്ലോ ചില ആൾക്കാർ. അതൊന്നും ആദ്യകാലത്തില്ല, മുമ്പുമില്ല, മഹാതിരോധാനത്തിന്റെ കുറെ കാലം ശേഷവുമില്ല. അതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിച്ച കാലത്ത് ബോംബെയിലും ലക്നൌവിലും ഉണ്ടാക്കിയ ആ പിരിമുറുക്കാൻ വേണ്ടി, ഷിയാക്കളെ അനുയാതീവ്രരുമാക്കാൻ വേണ്ടി. കാരണം ബ്രിട്ടീഷുകാരുടെ ഉസൂല് സുപ്രസിദ്ധമാണ്, ഡിവൈഡ് ആൻഡ് റൂൾ, ഫർരിഖ് തസുദ്. അപ്പൊ ഷിയകളെയും സുന്നികളെയും വിവേചിക്കുവാൻ അതുപോലെ വികാര തീവ്രരാണ്. എല്ലാ കുറ്റത്തിലും ബ്രിട്ടീഷുകാർ ഇതുണ്ടല്ലോ. സയ്യിദ് ഖുവലിന്റെ നാട് അടുത്തിൽ വരെ ബോംബെയിലാക്കി, ഹൈദരാബാദിലും പ്രധാനമായി, പിന്നെ വേറെ ചില സ്ഥലങ്ങളൊക്കെ അപൂർവമായി വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കല്. ഇന്നിവിടെ കുറെ കാലം അവിടെയുണ്ട് ഈ പണി. ഞാൻ ഇറാനിൽ പോയത് ചർച്ച ചെയ്തപ്പോൾ അങ്ങനെ. പിന്നെ മറ്റു നാടുകളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടു. അവര് നമ്മുടെ മൗലിക പ്രസംഗങ്ങൾ നടത്താൻ, പക്ഷെ ഇത് അവരുടെ ദീനിന്റെ ഒരു അടിസ്ഥാന ഭാഗമായി. പിന്നെ അവർ ബാങ്ക് കൊടുക്കുന്ന കേട്ടാൽ മൂന്നാമത്തെ ഷഹാദത്ത് ഉണ്ടാവും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന അലിയൻ ഹുജ്ജത്തുല്ലാഹ്. ഇതിന് മൂന്നാം ഷഹാദത്ത് എന്ന പേര്. ഇതും പിൽക്കാലത്ത് കടത്തിക്കൂട്ടപ്പെട്ടതാണ്. പിന്നെ വേറൊന്ന്, അവര് സുജൂദ് മുകളിലാണ്. ഇത് മണ്ണാണ്. കെർബലയിലെ മണ്ണിൽ സുജൂദ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഈ ആയത്തുള്ള മക്കിയതാണ്. കാലത്ത് ഏതേത് ആയത്തുള്ള ഏതേത് ഫഖീഹ് ഇന്ന വിധി പുറപ്പെടുവിച്ചു എന്നൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിലും ചരിത്രങ്ങളിലും ഒക്കെ ഉണ്ട്. വെറുതെ കുട്ടികള് ചേട്ടപ്പെട്ടുണ്ടാക്കണം. അതിന് വലിയ ഫാക്ടറി ഒക്കെ ഉണ്ട്. ഏത് പള്ളിയിൽ കിടന്നാലും അവിടെ വലിയ തത്തുല്യമായ കല്ലുകൾ ഉണ്ടാവും. ഈ കല്ല് ഞാൻ എടുത്തത് എന്റെ രണ്ട് കല്ലുണ്ട്. ഒരു മുസായി കല്ല് അവിടുത്തെ ഒരു ഇതിങ്ങനെ അച്ചിലിട്ടുണ്ടാക്കണതാണ്. തുർബത്തെ ആയാല മാലയൊക്കെ ഒരടിസ്ഥാനമില്ല. പ്രത്യേകത ഉണ്ട് എന്ന് ഇസ്ലാമിക ശരീഅത്തിലില്ല. ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ അവിടെ സുജൂദ് ചെയ്യുന്നതിന് ശരീഅത്തിൽ ഒരു അസുലുമില്ല. സുജൂദ് ചെയ്യാൻ ശരീഅത്ത് കൽപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ അനമില്ല എന്ന മണ്ണ് നീക്കം ചെയ്താല് അത് നാട്ടിൽ വന്നാൽ ആ മണ്ണ് അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിടണം എന്നാ അടുത്ത വിമാനത്തിന് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തിട്ട്. അങ്ങനെയാണ് നിയമം. അങ്ങനെ തന്നെ ജനാലിന്റെ ഉള്ളിൽ കൂടി പാറിയ പൊടിയെടുത്ത് ഇവിടെ കൊണ്ട് ജനങ്ങൾ കുടിപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശാലമായൊരു പരിസരത്ത് വന്ന് ഒരു 20 ക്ലീൻ കിട്ടുന്നിടത്ത് എത്ര പൊടിയാ ജനാലിന്റെ ഉള്ളിൽ കൂടി പാറി വരാന്നാ. ഓ, വല്ലാത്തൊരു പൊടി തന്നെയാണ്. അപ്പൊ ഇക്കൊല്ലത്തെ മാത്രമല്ല, പൊടിയുടെ മഹത്വമുണ്ട്. പിന്നീട് മോഡിയുടെ മഹത്വം ഉണ്ടായി. കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കല്ലുമ്മൽ സുജൂദ് ചെയ്യാതെ ഇത് ഒരു സുന്നത്തായിട്ടോ അല്ലെങ്കിൽ ഒരു ആദരവായിട്ടോ ചെയ്യണല്ല. ഡോക്ടർ കെൽബെ സാദിഖിന്റെ ഒരിക്കല് ഞാൻ നിസ്കരിച്ചു. അദ്ദേഹത്തിന് പിന്നിലല്ല, അങ്ങനെ പറയണ്ട. അദ്ദേഹം യോഗത്തിന് ചെന്നപ്പോൾ അദ്ദേഹം അതിലെ മെമ്പറാണ്. മൂപ്പര് കിസിന്നൊരു സാധനം എടുത്തിട്ട് സുജൂദ് അതിനോട് വെച്ചു. അന്നാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഏർപ്പാട് കാണുന്നത്. ഒരു 10-15 കൊല്ലം മുമ്പാണ്. കെൽബെ സാദിഖ് എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. ഒരു മനുഷ്യന്റെ പേരാണ്. മനുഷ്യനെന്ന വൈസ് പേഴ്സണൽ ലോ ബോർഡിലെ വളരെ കാലമായുള്ള എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എന്ന് പറഞ്ഞാൽ അത്തരം ഒരുപാട് പേര് ശിക്കൾക്കുണ്ട്.
ഗുലാം മുഹ്സിൻ, കെൽബെ അബ്ബാസ്, അങ്ങനെ ായിട്ട് ആ മിസ്കിന്മാർ മനസ്സിലാക്കുക. കെൽബെ സാദിഖ്, സാദിഖ് മുറാദ്. പിന്നെ വേറെ അങ്ങനെ ഒരു മഹത്വം ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെ ശരീരത്തിലതില്ല. അത്രയും കുറെ പറയാൻ ഇനി സമയം പറ്റ കഴിഞ്ഞു, തീരെ കഴിഞ്ഞു. ഇനി വേറൊരു കാര്യമുള്ളത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്അ വിവാഹം. നായനാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂട്ട വിവാഹം. ഇംഗ്ലീഷിൽ വരുമ്പോൾ MUTA എന്നാണ്. ആടെന്തറിഞ്ഞ മൊബൈൽ പറഞ്ഞ മൂട്ടാ വിവാഹം. അപ്പൊ ചിലപ്പോൾ വിവാഹം ഉണ്ടാവും, പെണ്ണെട്ടാൻ പറ്റിയ മനുഷ്യ സ്ത്രീകളെ പെണ്ണെട്ടണമാതിരി വിവാഹം ചെയ്യണമാതിരി മൂട്ടാ വിഭാഗത്തിലുണ്ടാവും ഇങ്ങനെ വിവാഹം ചെയ്യാൻ പറ്റിയത്. നമ്മളെ MUTA എന്നായത് മൂട്ട. നിങ്ങളെ മാറ്റുള്ള ആൾക്കാർക്ക് വളരെ ജനാഭിരാമവും ഹൃദയ എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരത്തിന് കണ്ടാലേ നമ്മൾ തമ്മിൽ ഒപ്പം കൂടില്ലേ? ആയിക്കോട്ടെ, എത്ര കാലത്തിനാ ഞാൻ സമർപ്പിക്കുക ഇത്രയും കാലം അവർക്ക് ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കും. ഇനി അത് അങ്ങനെ പറ്റിയെങ്കിൽ തന്നെ ഉസ്താദെ ഒന്നല്ല പറ്റും, ഒക്കെ ആവാം. മുത്അ വിവാഹത്തിന് പരിധിയിലാണ്. കാരണം അത് താൽക്കാലികമായ ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്യണമാണ്. എണ്ണ നിശ്ചയില്ല. എത്ര സ്ത്രീകളെയും മുത്അ വിവാഹം ചെയ്യാവുന്നതാണ്. പിന്നെ കണ്ടീഷനൊന്നുമില്ല. ചായക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട, വീടുണ്ടാക്കി കൊടുക്കണ്ട, ഭർത്താവ് മരിച്ചാല് അവൾക്ക് അനന്തരാവകാശം ഉണ്ടോ? അതില്ല. വളരെ ആചാരം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ മദ്ഹബ് അല്ലെങ്കിൽ ദീന്, അവരെ കാഴ്ചപ്പാടുള്ള ദീന് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെപ്പോലെയുള്ള യുവായത്തോളം ഉണ്ടാക്കിയ നിയമമാണ്. യഥാർത്ഥത്തിൽ പണ്ട് മുത്അ വിവാഹം ഉണ്ടായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത്, മഹാനവറുടെ ഖിലാഫത്തിന്റെ ആദ്യകാലത്ത് നടപ്പിലുണ്ടായിരുന്നു. പിന്നെ നിരോധിച്ചു. പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അലി ഇബ്നു അബീ താലിബ് തന്നെയും അത് അംഗീകരിച്ചു. ശിയഅത്തു അലി ഇബ്നു അബീ താലിബ് അംഗീകരിച്ച രീതി എന്നതാണ്. എന്ന നിലയ്ക്ക് അവരുടെ ശഹവത്തിന് മുൻഗണന നൽകി. എത്ര സ്ത്രീകളും വിവാഹം ചെയ്യാം. പിതാവിന്റെ അനുമതി വേണ്ട. ഡ്യൂറേഷനോ നമ്മൾ ഈ പറഞ്ഞത്, അവർ രണ്ടുപേരും ധാരണയിലെത്തുന്ന ഡ്യൂറേഷൻ. പിന്നെ ജുമാക്ക് പോലും നിർബന്ധമില്ല. വെള്ളിയാഴ്ച ജുമായോ ളുഹറോ. ഈ നിയമം നടപ്പാക്കിയത് ശിയാക്കൾ ഇങ്ങനെ മറ്റു ആളുകളുമായി ഇടപഴകുന്നത് തടയും. ജുമാക്ക് അങ്ങനെ തിരക്കൂട്ടി പോയിക്കോളൊന്നുമില്ല, ളുഹർ നിസ്കരിച്ചാലും മതി. അങ്ങനെ ജനങ്ങളെ തടയാ, മറയിടുകയാണ്. പിന്നെ ഷിയാക്കളെ 3 നേരം നിസ്കരിക്കലുള്ളൂ. ളുഹ്ർ അസറും ഒപ്പം ഒറ്റയടിക്ക്. സുബ്ഹ് ഒറ്റക്ക്. സുബ്ഹ്, ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശ. ഇതിന് യാത്ര പോകണ്ട. ദാറുൽ നിങ്ങൾ 360 ദിവസം ഷിയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. സമയം 9 മണിയായി. അതുകൊണ്ട് നിർത്തുകയാണ്. എനിക്ക് മതി. പിന്നെ നേരത്തെ പറഞ്ഞ ഇമാം അലി റിളായുടെ സഹോദരി അല്ലെങ്കിൽ ഫാത്തിമ ബീവിയുടെ മക്ബറുണ്ട്, ഞാൻ സിയാറത്ത് ചെയ്തു. അവിടെ പിന്നെ ഫാത്തിമ അൽ മഅസൂമ അവർ പറയും. വലിയൊരു ലോകം ഒന്നാകെ ഇങ്ങനെ പിന്നെ വാർപ്പെട്ടിട്ട് അതിന്റെ മേലൊക്കെ റോഡും പാലും പാർക്കിങ്ങും അങ്ങനെ ഉള്ള പാർക്കിംഗ് സൗധം അത്രയധികം സന്ദർശകർ വന്നുകൊണ്ടിരിക്കുന്നു വാർത്ത. മിനാരങ്ങളും ഒക്കെ രമ്യഹർമ്മമായിട്ട് പടുത്തുയർത്തിയ ചിത്രപ്പണികളോടുകൂടിയുള്ള സുന്ദരമായ പള്ളി. ആ പള്ളിന്റെ ഒരു ഭാഗത്ത് മക്ബറ. നേരത്തെ പറഞ്ഞ അതിനെ പറ്റിയുള്ള എല്ലാ ആളുകളും നമ്മൾ ബഹുമാനിക്കുന്നവരാണ്. ഇത്രയും പറഞ്ഞ് സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. ഇനി അത്യാവശ്യം എന്തെങ്കിലും സംശയങ്ങളോ അല്ലെ മുദാഖലാത്തോ ഉണ്ടെങ്കിൽ ആകാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.